ഇത് കണ്ടോ, എൻ്റെ മുടി ഇത്രയാണ് കൊഴിയുന്നത്. പണ്ട് ഞാൻ എൻ്റെ മുടി കൊഴിഞ്ഞിരുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സൂര്യാസ് ഹോംലി ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നത്തെ വീഡിയോ നമുക്ക് കോമൺ ആയിട്ട് വന്നിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എനിക്ക് തോന്നുന്നു ആ കമൻറ്റ്സ് വായിച്ചപ്പോഴും പിന്നെ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ഒരു 80% ആളുകൾ ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് മുടിക്ക് കട്ടിയില്ല. മുടിക്ക് നീളമുണ്ട്, കട്ടിയില്ല, അല്ലെങ്കിൽ നീളവും ഇല്ല ഉള്ളും ഇല്ല, അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്, മുടി ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. എൻ്റെ മുടിക്ക് കട്ടി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻറ്റ്സ് ഉണ്ട്. ആ കമൻറ്റ്സ് ഞാനൊന്ന് വായിക്കാം. അപ്പോൾ ഈ സെയിം പ്രശ്നം ഫേസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് കമൻറ്റ് വായിക്കാം. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പൊന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡിയിൽ നിന്ന് വന്നതാണ്. ചേച്ചി, എനിക്ക് എന്ത് ചെയ്തിട്ടും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ 19 വയസ്സായി. സെക്കൻഡ് സ്റ്റാൻഡേർഡ് മുതലുള്ള അതേ ഹെയർ ലെങ്ത്തിൽ തന്നെ നിൽക്കുന്നു. എന്തൊക്കെ ചെയ്തിട്ടും നോ ചേഞ്ച്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതായത് നമുക്ക് ചിലർക്ക് ഒരു ഏജ് ആവുമ്പോൾ ഹെയർ ഗ്രോത്ത് അങ്ങ് സ്റ്റോപ്പ് ആവും. പിന്നെ താഴോട്ടും ഇല്ല മുകളിലോട്ടും ഇല്ല, ഉള്ളും വെക്കത്തില്ല, അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം ഫേസ് ചെയ്യുന്നവരാണ് ഏകദേശം ഒരു 80% ആൾക്കാർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റും അത് തന്നെയാണ്. മുടിക്ക് ഉള്ളില്ല, നീളവും വെക്കുന്നില്ല. അതിനുള്ള പരിഹാരമാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനൂടെ വായിക്കാം. ചേച്ചി, എനിക്ക് നല്ല മുടി ഉണ്ടായിരുന്നു, ബട്ട് ഉള്ളില്ലാത്തതുകൊണ്ട് ഞാൻ ഷോർട്ട് ഹെയർ ആക്കി. ഉള്ളില്ലാത്തത് കൊണ്ട് ഭയങ്കര വൃത്തികേടാണ്. ഷോർട്ട് ഹെയറിൽ ഉള്ളു വെക്കുന്ന എന്തെങ്കിലും റെമഡി പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേറൊരു കമൻറ്റ് വന്നിട്ടുള്ളത്, ചേച്ചി ഞാൻ ഉലുവ വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അങ്ങനെ ഹെയർ ഫോൾ ഇല്ല, ബട്ട് മുടിക്ക് ഉള്ളു തോന്നിക്കുന്നില്ല, കട്ടി കുറവാണ്, അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. മുടിക്ക് ഉള്ളില്ല, മുടിക്ക് നീളം വെക്കുന്നില്ല, കോല് പോലാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ മുടി വളരുന്നില്ല, മുടിക്ക് ഉള്ളു വെക്കുന്നില്ല എന്നുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. അതായത് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം, കുറച്ച് നാൾ മുന്നേ എൻ്റെ മുടിക്ക് ഉള്ളു ഭയങ്കര കുറവായിരുന്നു. ഇപ്പോഴും മുടി റീഗ്രോ ചെയ്ത് വരുന്നതേ ഉള്ളൂ. എനിക്ക് വർഷങ്ങൾ കൊണ്ട് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു. പക്ഷെ ഒരു രണ്ട് വർഷം മുമ്പായിട്ട് എൻ്റെ മുടി, അതായത് 2023 എൻ്റെ മുടി കംപ്ലീറ്റ് ആയിട്ട് പോയി. 2022 ഒരു ഓണസമയമായപ്പം മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തു. ഹെവി ഹെയർ ഫോൾ. അതിന് മുന്നേ മുടി കൊഴിയുന്നുണ്ടായിരുന്നെങ്കിലും ഹെവി ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഓണസമയമായപ്പോഴാണ്. അതിനുശേഷം 2023 കൂടി കംപ്ലീറ്റ് ആയിട്ട് മുടി ഫുള്ള് പോയി കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി ഞാൻ റീഗ്രോ ചെയ്തെടുത്തതാണ് ഇപ്പോൾ ഉള്ള എൻ്റെ മുടി. അപ്പോൾ മുടി കൊഴിഞ്ഞു പോയ സമയത്ത് ഫോട്ടോ കാണിക്കാം, ഇപ്പോൾ ഉള്ള ഫോട്ടോയും കാണിക്കാം, അതിന് മുമ്പുള്ള ഫോട്ടോയും കാണിക്കാം, നല്ല ഉള്ളുണ്ടായിരുന്ന സമയത്തുള്ള ഫോട്ടോയും. അപ്പോൾ ഈ മുടിക്ക് ഉള്ളു കുറഞ്ഞു കഴിയുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി വരെ ഉള്ളുണ്ടായിരിക്കും, താഴോട്ട് കോല് പോലെ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ കമൻസിൽ വന്നിട്ടുള്ള ആ കുട്ടികൾ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മുടി നീളവും വെക്കുന്നില്ല ഉള്ളും വെക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നീളം വെക്കാത്തതിൻ്റെ കാര്യം ഞാൻ പറയാം, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പോൾ എൻ്റെ മുടി പോയ സമയത്ത് എൻ്റെ മുടിയുടെ ഫോട്ടോ കണ്ടാൽ അറിയാൻ പറ്റും, നേരെ പകുതി വരെ ഉള്ളുള്ളൂ, ബാക്കി താഴോട്ട് കോല് പോലാണ്. അപ്പോൾ ഈ കോല് പോലായിരുന്ന സംഭവം വെട്ടിക്കളയാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും പറഞ്ഞു, എന്നെ അറിയുന്ന എല്ലാവരും പറഞ്ഞു, മുടിയുടെ ഉള്ളെല്ലാം പോയി, ഭയങ്കര വൃത്തികേടാണ്, കോല് പോലെ കിടക്കാണ്, നീ വെട്ടിക്കളയാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അത് വെട്ടിക്കളയാൻ തയ്യാറായില്ല. എനിക്കറിയാം കോല് പോലെ കിടക്കുന്നുണ്ട്, അയച്ചിടുമ്പോൾ നല്ല വൃത്തികേടാണെന്നറിയാം. പക്ഷേ ഞാൻ അത് വെട്ടിക്കളഞ്ഞില്ല. വെട്ടിക്കളയാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് അത്രയും നീളമുള്ള മുടി പിന്നെ അത് വളർന്നിറങ്ങാനായിട്ട് വർഷങ്ങളെടുക്കും. അത്രയും വർഷം ഞാൻ സ്പെൻഡ് ചെയ്ത് വളർത്തിയെടുത്ത മുടി പിന്നെ അത് വെട്ടിക്കളഞ്ഞ് പിന്നെയും ഒന്നേന്ന് വളർത്തണം. അപ്പോൾ അതിനേക്കാൾ നല്ലത്, ഞാൻ ചിന്തിച്ചത് അതിനേക്കാൾ നല്ലത് മുടി മേളിലുള്ള മുടി, അതായത് ഉള്ളിലുള്ള ഭാഗത്തെ മുടി ഹാഫ് വരെയല്ലേ ഉള്ളൂ, ബാക്കി താഴോട്ട് ഇറങ്ങണമല്ലോ. അപ്പോൾ അത് താഴോട്ട് ഇറങ്ങാനുള്ള സമയം കൊടുക്കുക. നീളം ഉള്ളു കുറഞ്ഞ മുടി അവിടെ നിർത്തിക്കൊണ്ട് ഉള്ളുള്ള മുടി താഴേക്ക് നീളം വെച്ചിറങ്ങാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ് ഞാൻ ഒന്നാമത് ചെയ്ത കാര്യം. നിങ്ങൾക്കിത് ഞാൻ പറയുമ്പോൾ എത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു മുടി തന്നെ ഞാൻ കാണിക്കാം. എൻ്റെ ഒരു മുടി ഇങ്ങനെ നോക്കുമ്പോൾ അതാ ഇവിടം വരെ ഉള്ളുണ്ടെന്ന് വെച്ചു, ഒരു ഉദാഹരണം പറയാണ് കേട്ടോ. ഇവിടം വരെ ഉള്ളുണ്ട്, ഇവിടുന്ന് താഴോട്ടേക്ക് കോല് പോലാണ്. അപ്പോൾ എന്താ ഈ കിടക്കുന്നത് കോല് പോലെ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാമെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളോട് അറിയുന്നവർ പറയും, നമ്മൾ തന്നെ വിചാരിക്കും ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് ഈ കട്ട് ചെയ്ത ഭാഗം കിളിച്ചിറങ്ങാൻ 3 മാസം എടുക്കും. അപ്പോഴത്തേക്ക് അടുത്ത മുടി വെട്ടുന്ന ടൈമാവും, വീണ്ടും നമ്മൾ വെട്ടും, പിന്നെ അത് കിളിച്ചിറങ്ങുമ്പോൾ 3 മാസമാകും, അപ്പോഴത്തേക്ക് നമ്മൾ വെട്ടും. ഇങ്ങനെ വെട്ടിയാൽ എങ്ങനെ മുടി വളരുന്നത്? മുടി വളരത്തില്ല. മുടി വളരണമെങ്കിൽ അതിന് വളരാൻ അനുവദിക്കണം.
പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ മുടി നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഉള്ളുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ ആ ഫോട്ടോ നിങ്ങളുടെ അടുത്ത് നോക്കി അറിയാൻ പറ്റും, ഒട്ടും പകുതി വരെ ഉള്ളില്ല. ഇപ്പോൾ പക്ഷേ അതേ നീളത്തിൽ തന്നെ ഉള്ള ഏകദേശം താഴെ വരെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗവും കൂടി ഉള്ളാവാനുള്ളൂ മുടിക്ക്. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, മുടി ഞാൻ കട്ട് ചെയ്യുന്നത് ഞാൻ എല്ലാ മാസവും കട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചു ഒരു പോയിന്റ് വെച്ചിട്ട്, അതായത് മുടി തീരെ അങ്ങ് കോല് പോലെ ഒരു ആരോഗ്യമില്ലാതെ കിടക്കുന്നില്ലേ, ആ ഭാഗം വെച്ച് മുടി കട്ട് ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ അവിടുന്ന് ഒരു ശതമാനം പോലും താഴേക്ക് വളരാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് തീരെ ഹെൽത്തി അല്ലാതെ കിടക്കുന്ന കാര്യമാണ്. തീരെ ഹെൽത്തി അല്ലാത്ത ഭാഗം മാത്രം. നിങ്ങളുടെ മുടിക്ക് മൊത്തത്തിലുള്ളില്ലാത്ത ഒരാളുടെ മുടിയാണെന്ന് വെച്ചു, അപ്പോൾ നിങ്ങളുടെ മുടിയുടെ തുമ്പ് കോല് പോലെ ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് മാത്രം അൺഹെൽത്തി ആയിട്ടുള്ള ഭാഗം മാത്രം കട്ട് ചെയ്യുക. അല്ലാതെ ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് കയറ്റി കട്ട് ചെയ്യരുത്. ഒരു ശകലം ഒരു നമ്മുടെ ഒരു 4 ഇഞ്ച് കട്ട് ചെയ്ത് കളയുക. ബാക്കി അവിടെ നിർത്തിയേക്കുക. എന്നിട്ട് നമ്മൾ ഹെയർ കെയർ ചെയ്യുക. ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ, മുടിക്ക് ഉള്ളു വെക്കും, പുതിയ മുടി കിളിക്കും, മുടി കൊഴിച്ചിൽ കുറയും. അപ്പോൾ നമ്മുടെ ഈ മേളിൽ നമ്മൾ ഈ പ്രോപ്പർ ഹെയർ കെയർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മേളിലുള്ള മുടി താഴോട്ട് ഇറങ്ങത്തില്ല, പൊട്ടി പോകും. നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്യാതിരിക്കുമ്പം അത് അവിടെ ഡാമേജ് വന്നത് അവിടെ വളരാതിരിക്കും. അതേസമയം നമ്മൾ പ്രോപ്പർ ഹെയർ കെയർ ചെയ്യുകയും ചെയ്യുകയാണ്, ഈ മുടി അതായത് വെട്ടി കളയുന്നില്ല, ആ ഒരു രീതിയാവുമ്പോൾ ഈ മുടി എല്ലാം കൂടി കിളിച്ച് താഴേക്ക് ഇറങ്ങി ഈ മുടി എല്ലാം ഒരേപോലുള്ളാവും. അപ്പോൾ മുടി കാണാൻ ഒരു ഭംഗി ഉണ്ടായിരിക്കും. ഇതെല്ലാം ഒരേപോലെ കിളിച്ചിറങ്ങിയതിന് ശേഷം താഴോട്ട് വളരാൻ വീണ്ടും ഹെയർ കെയർ ചെയ്യുക. ഇനി ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഹെയർ കെയർ ചെയ്യുന്നത്. അതായത് നമ്മുടെ സമയം, നമ്മുടെ സാഹചര്യം, നമുക്ക് ലഭ്യമായ ഭക്ഷണം, ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹെയർ കെയർ. അപ്പോൾ എൻ്റെ ഹെയർ കെയർ റുട്ടീൻസ് എനിക്ക് ഷെയർ ചെയ്യാനേ പറ്റുള്ളൂ. അതിൽ നിങ്ങൾക്ക് പറ്റുന്നത് ചൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഒരുപാട് ചാനൽസ് ഉണ്ട്, ഒരുപാട് ഐഡിയാസും വീഡിയോസും ഒക്കെ കാണാറുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്ന ഹെയർ പാക്കുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് തലയിലൊക്കെ വിയർപ്പടിച്ച് താരൻ ഉണ്ടാവുമല്ലോ. ഇപ്പോഴും എനിക്കുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. താരൻ ഉണ്ടാവുന്ന സമയത്ത് ഇത് പോവാൻ നാരങ്ങാ നീര് നല്ലതാണെന്ന് കേട്ടിട്ട് ഞാൻ നാരങ്ങാ നീര് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നാരങ്ങാ നീര് എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ അല്ല. പക്ഷെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ട് കണ്ടിട്ടുണ്ട്, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നാരങ്ങാ നീര് തേച്ച് അടിപൊളിയാണെന്ന്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് സ്യൂട്ടബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് നാരങ്ങാ നീര് ഉപയോഗിക്കുന്ന കാര്യം ഞാൻ ഉപേക്ഷിച്ചു. അതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സ്കിന്ന് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്തത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത് മാറ്റുക. അതിന് പകരം നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെയർ പാക്കുകൾ മാറിയും തിരിഞ്ഞും പലത് യൂസ് ചെയ്യുക. ഒരേ പാറ്റേണിൽ പോവാതെ പലത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുടി നമ്മൾ ഒരിക്കലും ഇങ്ങനെ 2-3 ഇഞ്ച് വെച്ച് കയറ്റി വെട്ടാതിരിക്കുക. അതിനെ വളർന്നിറങ്ങാനുള്ളൊരു സമയം അനുവദിക്കുക. അത് ഇറങ്ങും. മുടി എല്ലാവരുടെയും മുടി വളരും, നമ്മൾ സമയം കൊടുത്താൽ മതി. ഇതിൻ്റെ ടൈമിൽ വ്യത്യാസം വരും. ഇപ്പം അത്യാവശ്യം മുടി വളരുന്ന ഒരാളിനാണെങ്കിൽ ചിലപ്പം 2 മാസം കൊണ്ട് 2 ഇഞ്ച് വളരുന്ന മുടി വലിയ രീതിയിൽ വളരാത്ത ഒരാളിന് ചിലപ്പോൾ 4 മാസം എടുക്കുമായിരിക്കും. ടൈമിൽ വ്യത്യാസം വരുമായിരിക്കും, പക്ഷെ മുടി വളരും. അതിന് നമ്മൾ സമയം കൊടുക്കുക. വെട്ടി കളയാതെ സമയം കൊടുക്കുക. തുമ്പ് മാത്രം കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുടിയിൽ സ്പ്ലിറ്റ് എൻഡ്സ്, അതായത് മുടിയുടെ തുമ്പത്ത് നമ്മൾ എന്ത് കളറാണ്, ഒരു ചെമ്പിച്ച കളറ് വന്നിട്ട് മുടി ഇങ്ങനെ വെടിച്ച് കീറിപ്പോവും. അപ്പോൾ അങ്ങനെ വെടിച്ച് കീറിപ്പോവാൻ അതിനാണ് സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വെടിച്ച് കീറിപ്പോവുകയാണെങ്കിൽ ഈ മുടി വളരത്തില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ ഒരു മുടി ഇവിടം വരെ താഴെ വരെ നീളമുള്ളൊരു മുടി, ആ മുടിയിൽ ഒരു സ്പ്ലിറ്റ് എൻഡ് വന്നു. അത് കാണുമ്പോഴേ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മുടി ബാക്കി താഴോട്ട് ഹെൽത്തി ആയിട്ട് വളരും. മുടി തലയോട്ടിൽ നിന്നാണ് വളരുന്നത്, താഴെ നിന്നല്ല. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് വളർന്നോളും. അതേസമയം ഞാനത് ശ്രദ്ധിച്ചില്ല, കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ വെടിച്ച് കീറിയത് നേരെ മേളിലോട്ട് കീറി, അതായത് നമ്മളൊരു തുണി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കീറി പിന്നെ നമ്മളൊന്നുകൂടെ കീറുമ്പോൾ ഇങ്ങനെ മേളിലോട്ട് പോകുന്ന പോലെ ഇതിങ്ങനെ മേളിലോട്ട് വന്ന് ആ മുടിയുടെ നീളം കുറഞ്ഞത് പകുതിയാവുമ്പോൾ പൊട്ടിപ്പോവും. ഇങ്ങനെ അടുത്ത മുടിയിൽ അത് വരും, അങ്ങനെ പൊട്ടിപ്പോവും. അതേസമയം സ്പ്ലിറ്റ് എൻഡ്സ് തുടക്കത്തിലേ കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒന്ന് മുടി കാണാൻ ഹെൽത്തി ആയിരിക്കും, 2 മുടി നമുക്ക് ഉള്ളോടുകൂടി വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ മുടി ഒരു 3 മാസത്തേക്ക് മുടിയുടെ തുമ്പ് അഥവാ വെട്ടണം എന്ന് തോന്നുവാണെങ്കിൽ ഒരു വളരെ കുറച്ച് മാത്രം, അതിന് മുടിയുടെ തുമ്പ് എത്ര കോല് പോലെ കിടന്നാലും കുഴപ്പമില്ല, കുറച്ച് മാത്രം വെട്ടുക. എന്നിട്ട് മുടി എല്ലാം കൂടി വളർത്തി ഇറക്കിയിട്ട് നമുക്ക് വെട്ടിക്കളയാം. ഇപ്പോൾ എൻ്റെ തന്നെ മുടി നിങ്ങൾ കണ്ടറിയാൻ പറ്റും, മുടിയുടെ തുമ്പ് ഇപ്പോഴും ഉള്ളായിട്ടില്ല. കുറേ പേര് കാണുന്നവർ പറയാറുണ്ട് പകുതിക്ക് വെച്ച് വെട്ട്, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ ഞാൻ ടൈം
കൊടുത്തേക്കുവാണ്. അതായത് ഈ ഓണം വരെ ഒരു സമയം കൊടുത്തേക്കാണ്. അതിനുള്ളിൽ മുടി ഫുള്ള് വളർത്തി ഇറക്കിയതിന് ശേഷം ഇനി മുടി വെട്ടുന്നുള്ളൂ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നില്ലേ പകുതിക്ക് വെച്ച് വെട്ടണം. അന്ന് ഞാൻ വെട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് ഇപ്പോൾ ഉള്ള നീളം പോലും മുടിക്ക് കാണത്തില്ലായിരിക്കും. ഭംഗി കാണുമായിരിക്കും, പക്ഷേ ഇപ്പോൾ ഉള്ള നീളം കാണത്തില്ലായിരിക്കും. അപ്പം ഞാൻ അത്രയും സമയം കൊടുത്ത് സമാധാനമായിട്ട് ചെയ്തതുകൊണ്ടാണ് മുടി ഇപ്പം ഈ ഒരു നീളത്തിലുള്ളത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുക. ഇനി മുടിക്ക് ഉള്ളു വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ഹെയർ പാക്കുകൾ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ. അതിൽ ഈ ഹെയർ പാക്ക് അല്ലാതെ ഒരു ഹെയർ ഓയിൽ റുട്ടീൻ ഞാൻ പറയാം. ആവണക്കെണ്ണ മുടി വളരാനായിട്ടും മുടി തിക്കാവാനായിട്ടും അടിപൊളിയാണ്. എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് ആണ്. ഞാൻ ആവണക്കെണ്ണ തേച്ചിട്ടാണ് എൻ്റെ മുടി നല്ല ഉള്ളാവാൻ തുടങ്ങിയത്. മുടിക്ക് നല്ല തിക്നെസ് വരാനായിട്ട് ആവണക്കെണ്ണ യൂസ്ഫുൾ ആണ്. ആവണക്കെണ്ണ എങ്ങനെയാണ് തലമുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അതേ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യുക. അത് ആവണക്കെണ്ണ തേക്കുന്ന സമയത്ത് ആവണക്കെണ്ണ തേച്ച്, ആവണക്കെണ്ണ നല്ല ഏത് എണ്ണയായാലും തേച്ച് ഒരുപാട് സമയം നമ്മൾ തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 20 മിനിറ്റ് മാക്സിമം മതി. അതിനുള്ളിൽ തന്നെ തലമുടിയിലേക്കെല്ലാം സ്കാൽപ്പിലേക്ക് അബ്സോർബ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് കഴുകി കളയുക. ഷാമ്പു യൂസ് ചെയ്ത് തന്നെ കഴുകി കളയുക. തലയിൽ വെച്ചിരിക്കരുത്. തലയിൽ എണ്ണ വെച്ചിരുന്നാൽ അത് അവിടെ അടിഞ്ഞു കൂടിയിട്ട് മുടി ഡാമേജ് ആവും. ഇനി ഉള്ളു വെക്കാനായിട്ട് എങ്ങനെയാണ് ആവണക്കെണ്ണ തലയിൽ തേക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ആദ്യം ഇതുപോലൊരു തവി എടുക്കുക. ഞാൻ തവി എടുത്തത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേറെ പാത്രം വേണമെങ്കിൽ പാത്രം എടുക്കാം. എന്നിട്ട് ആ പാത്രം നന്നായിട്ട് ചൂടാക്കണം. അതായത് ഞാനിപ്പോൾ ഈ തവി ഫസ്റ്റ് ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴാണ് അതിലേക്ക് എണ്ണ ഒഴിക്കുന്നത്. അതിൻ്റെ 2 കാരണം എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് തവിയിലോ പാത്രത്തിലോ ഒക്കെ ഈർപ്പമുണ്ടെങ്കിൽ അതങ്ങ് വറ്റിക്കോളും. 2 എണ്ണ ചൂടാക്കി ഉപയോഗിക്കരുതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് നമ്മൾ ഡയറക്റ്റ് എണ്ണ ചൂടാക്കുന്ന സമയത്ത് ഇതിൻ്റെ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ആവണക്കെണ്ണ നമ്മൾ ഒന്ന് ചൂടാക്കണം. ഒരു ചെറുതായിട്ട് അതിനകത്തിൽ ചെറിയ രീതിയിൽ ഞൊടി വരും, അതുവരെ ഒന്ന് ചൂടാക്കണം. ചൂടാക്കി കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയോ കാച്ചെണ്ണയോ നിങ്ങൾ തലയിൽ യൂസ് ചെയ്യുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കാം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആവണക്കെണ്ണയ്ക്ക് ഭയങ്കര കട്ടിയാണ്. അപ്പോൾ മുടിയിൽ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. നമുക്ക് ഓവറായിട്ട് ഷാമ്പു യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു ലൈറ്റ് വെയിറ്റ് ഓയിൽ ഞാൻ ചേർക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിലേക്കൊരു വൈറ്റമിൻ ഇ ഓയിൽ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ ഒരു ഓയിൽ ഫുള്ളായിട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ഒരു ഓയിൽ വേണം എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, പക്ഷേ നല്ലതാണ്. മുടി വളർച്ച കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് മുടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. മുടി ഓരോരോ പോർഷനായിട്ട് എടുത്ത് മുടിയിൽ ഫുൾ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് ഏകദേശം ഒരു 5-10 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക. ഈ മസാജിങ്ങിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. ഈ ചെറിയ ചൂടോടുകൂടി വേണം തലയിൽ തേക്കാൻ. ഓവർ ചൂടുണ്ടെന്നുണ്ടെങ്കിൽ മുടി തലയ്ക്ക് പ്രശ്നമാണ്. ചൂട് ഓവർ ആവാനും പാടില്ല, ഒരുപാട് തണുത്തതും ആവാൻ പാടില്ല. ഒരു മീഡിയം ചൂടിൽ നമ്മുടെ തലയിൽ തേക്കുമ്പോൾ തന്നെ ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യണം. ആ രീതിയിൽ ചെയ്യാം. ഞാനിത് കണ്ടോ, എൻ്റെ മുടി ഇത്രയാണ് കൊഴിയുന്നത്. പണ്ട് ഞാൻ എൻ്റെ മുടി കൊഴിഞ്ഞിരുന്നതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും മുടിയൊക്കെ കൊഴിയുന്നത് ഓക്കെയാണ്, ഹെൽത്തിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.